എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേഴ്സറി ബഡ് റോസിലെ ഈ മഴ സമയത്ത് നല്ലപോലെ ഒരുപാട് പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ടുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യായിട്ട് കാണണം. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഇനി മഴക്കാലത്ത് നമ്മുടെ റോസയിലൊക്കെ നല്ലപോലെ പൂക്കളും പുതിയ തളിർപ്പുകളും റോസയിലൊക്കെ കീടശല്യവും അതുപോലെ തന്നെ മുരടിപ്പും ഒന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും മാറി നമ്മുടെ റോസാ ചെടിക്ക് ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേഴ്സറി ബഡ് റോസ്, അതായത് ബാംഗ്ലൂർ ബഡ് റോസ് ആണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് അല്ലേ, നാടൻ ബഡ് റോസിനെക്കാട്ടിയും. അപ്പോൾ ഇതൊക്കെ പിടിക്കാനായിട്ട്, ഇതൊക്കെ ബാംഗ്ലൂർ ബഡ് റോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. നല്ല കെയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലപോലെ ഒരു കൊലയിലൊക്കെ നല്ല കൊലയായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ നമ്മൾ ഒരുപാട് വളം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നല്ലപോലെ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മഴയത്തെ ചെടികളെല്ലാം മുരടിച്ചു പോവും. കീടശല്യവും അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ത്രിപ്പിൻ്റെ ശല്യവും ഒക്കെ വന്ന് നമ്മുടെ റോസാ ചെടി ക്രമേണ നശിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെ നശിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ 15 ദിവസം കൂടെ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കപ്പ് പാല്, സാധാരണ നമ്മുടെ നാടൻ പാല് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ കവർ പാലിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതാണ് നാടൻ പാല് കേട്ടോ. ഇപ്പം നാടൻ പാല് കിട്ടാത്തവരുണ്ടെങ്കിൽ കവർ പാൽ എടുത്താലും മതി. അപ്പോൾ 1 കപ്പ് പാല്, മെഷർമെന്റ് കപ്പിന് അളവിൽ 1 കപ്പ് പാല് 1 ലിറ്റർ വെള്ളത്തിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ പാലിനകത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം മുരടിപ്പും കാൽസ്യത്തിന്റെ കുറവുകൊണ്ടൊക്കെ നമ്മുടെ ചെടികൾക്ക് മുരടിപ്പുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് നല്ലതാണ് ചെടികൾക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാധയും കീടശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ 1 ലിറ്റർ വെള്ളത്തിനകത്താണ് നമ്മൾ ഈ 1 കപ്പ് പാലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ സോപ്പ് ലിക്വിഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സോപ്പ് ലിക്വിഡ് ചേർക്കുന്നത് നമ്മുടെ ചെടികളിലുള്ള കീടശല്യമൊക്കെ മാറാനായിട്ടാണ്. ഈ മഴ സമയത്ത് ഒരുപാട് കീടങ്ങളെ ശല്യം ചെയ്തിട്ട് നമ്മുടെ റോസാ ചെടികളിലെ പൂക്കളൊക്കെ വെറുതെ പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. ത്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ ഉള്ളതിനൊക്കെ ഈ സോപ്പ് ലിക്വിഡ് വളരെയധികം നല്ലതാണ്. നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഈ സോപ്പ് ലിക്വിഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 3 കൂടെ ആകുമ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ ഏത് ചെടികൾക്കും കൊടുക്കാം, പച്ചക്കറി തൈകൾക്കും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തം 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഒരു സ്പ്രേയറിനകത്താക്കിയിട്ട് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് റോസാ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നല്ല വെയിലൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ 1 ലിറ്റർ പാല് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാ ചെടികളുടെ ചോട്ടിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ചെയ്താലും നല്ലതാണ് കേട്ടോ. പിന്നെ കൂടുതൽ നല്ലത് നമുക്ക് ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം മഴയുള്ള സമയത്തല്ല സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ, മഴയില്ലാതെ നിൽക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഇലകളിലൂടെ ഒക്കെ വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് പിടിച്ച് കിട്ടും, നല്ല രീതിയിലായി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആളിലും ചോട്ടിലൊഴിച്ച് കൊടുക്കുന്ന ആളിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇനിയും കാണിക്കുന്നത് നല്ലൊരു ഫെർട്ടിലൈസറായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കി കൊടുക്കാനായിട്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയേ. നല്ല രീതിയിൽ പെട്ടെന്ന് പുതിയ തളർപ്പും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ചെടികൾക്ക് പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നല്ലത്. പിന്നെ നമുക്ക് ഒരു ജൈവ കീടനാശിനി ഒക്കെ കൊടുത്ത് ജൈവ വളമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു രാസവളം കൊടുക്കാവുന്നതാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. രാസവളം എന്ന് പറയുന്നത് NPK 19 അതാണ് ഏറ്റവും നല്ല രാസവളം. അത് നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ളതും പൗഡർ രൂപത്തിലുള്ളതും ഒക്കെ കിട്ടും. അപ്പം ചെടികളിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എടുത്ത് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പൗഡർ രൂപത്തിലുള്ളത് 1 ടേബിൾ സ്പൂൺ മാക്സിമം എടുത്തിട്ട് ചെടികളുടെ ചോട്ടിൽ മണ്ണിലാത്തണമെന്ന് ഇളക്കി കൊടുക്കുന്ന വിധത്തിലുള്ള ഗ്രാനൈറ്റ് രൂപത്തിലുള്ളതൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള വളങ്ങൾ
വളങ്ങൾ നമുക്ക് അതായത് NPK 19 നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇപ്പം ഈ ഒരു മഴ സമയത്ത് നമുക്ക് രാസവളം കൊടുക്കുമ്പം 1 ടേബിൾ സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുളിച്ച തൈര്, 1 കപ്പ് തൈര്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് തൈരാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള അറിയാവുന്നവർക്ക് അറിയായിരിക്കും. പുളിച്ച തൈരായിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 പൂണ്ട് വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും അതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് അരച്ചോ മിക്സിയിലിട്ട് അരച്ചോ അല്ലെങ്കിൽ കല്ലിലിട്ട് ചതച്ചോ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കല്ലിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. എങ്ങനെ കൊടുത്താലും നമുക്കിത് അരിച്ചെടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അന്നേരം തന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ ഈ കാണിച്ചത് മൊത്തം കേട്ടോ. അന്നേരം തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മഴസമയത്ത് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ. മറ്റുള്ള വളത്തിനെക്കാട്ടിയും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതാണ് ഈ മഴ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം, മാക്സിമം 1-2 ലിറ്റർ വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനകത്തെ ആ ഒരു വെളുത്തുള്ളിയുടെ സത്തും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇറങ്ങി കിട്ടുവേ. അപ്പോൾ ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണിത് നമ്മുടെ റോസാ ചെടികൾക്കും. ഇതുപോലെ തന്നെ ഇത് നമുക്ക് പച്ചക്കറി തൈകൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ നല്ലൊരു സൊല്യൂഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേയറിനകത്താക്കി ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. 15 ദിവസം കൂടുമ്പോൾ ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ചോട്ടിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഇരട്ടി 1-2 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാൻ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം റോസാ ചെടികൾക്കൊക്കെ ഞാൻ സ്പ്രേ ചെയ്താണ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. 2 രീതിയിൽ നമുക്ക് ഈ വളങ്ങളെല്ലാം നിങ്ങളൊന്ന് മാറി മാറി പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ തന്നെ നമ്മുടെ റോസാ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും മുരട്ടും പ്രശ്നങ്ങളും ഒക്കെ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും.